ഹായ്, നമസ്കാരം. ഒരു ബഡ്ജറ്റ് വീട്, കൂടുതൽ സ്ഥലത്ത് ഒരു ബഡ്ജറ്റ് വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. 5.5 സെന്റ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ഒരു വീട്, 1400 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് സൗത്ത് വാഴക്കുളം എന്ന സ്ഥലത്താണ്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള വീട്. പുതിയ മോഡേൺ ഡിസൈനിലാണ് വീട് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് എലമെന്റുകൾ വീടിന്റെ എലിവേഷനിൽ നമുക്ക് കാണാം. ഒരു ഭാഗത്തായിട്ട് സിമെന്റ് ടെക്സ്ചർ വർക്ക് ഒരു ഭിത്തിയിൽ മുഴുവനായിട്ട് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ കാണുന്ന 4 മീറ്റർ വിഡ്ത്തുള്ള ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. വാഴക്കുളം ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. വീണ്ടും നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരാം. ഇതാണ് വലിയ കോമ്പൗണ്ട്. ഏകദേശം 5.5 സെന്റിന് മുകളിൽ സ്ഥലമുണ്ട്. ആധാരത്തിൽ 5.5 സെന്റാണ്. 5.5 സെന്റിന് സ്ഥലത്തിൽ കൂടുതൽ ഈ പ്ലോട്ടിൽ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ നമുക്ക് വലിയ 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വീടിന്റെ പുറകു വശമാണ്. അവിടെയെല്ലാം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. നമുക്കിവിടെ ഒരു ചെറിയ അടുക്കള തോട്ടമെല്ലാം സജ്ജീകരിക്കാനുള്ള സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ ആ വശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ്, ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഒക്കെ ചെയ്യുന്നതിന് ഉള്ള ഒരു സ്പേസ് കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മുറ്റം നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ്. 3 ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ആണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. ആലുവയിലേക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെയാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത്. മതിലെല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ട് ആണ്. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, മുകളിലേക്ക് മുഴുവൻ സിമെന്റ് ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നത്. ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഇതാണ്. വലിയ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്, നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റ് ആണ് അതിന്റെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിലും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. സെൻട്രൽ ഭാഗത്തേക്ക് വരുമ്പോൾ ടൈല് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വരാം നമ്മുടെ വീട്ടിലേക്ക്. കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. നമുക്കിവിടെ എൽ ഷേപ്പ് സോഫയൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. പ്ലൈവുഡിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ജനലാണ്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ മനോഹരമായ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. പ്രൊഫൈൽ LED ക്രമീകരിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന ആർക്കി ഡ്രൈവ് ആണ്. അതിൽ നിന്ന് നമുക്ക് വരാം ഡൈനിങ് സ്പേസിലേക്ക്. ഡൈനിങ് സ്പേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് സ്പേസ് സജ്ജീകരിക്കാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഡൈനിങ് സ്പേസ് ചെയ്യാം. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. വാഷ് ബേസിൻ സെറൈന കമ്പനിയുടേതാണ്. വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പായിട്ട് ഫുൾ ബോഡി ടൈൽ, വൈറ്റ് കളർ നാനോ വൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അതിന് മുകളിൽ LED ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് മൾട്ടിവുഡ് CNC വർക്കിൽ ചെയ്ത ഒരു ഡിസൈൻ വർക്ക് കാണാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇവിടെയും ഒരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 മനോഹരമായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 2 പാളി ജനൽ വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് വാൾ ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഉള്ളതാണ്. ഇതിന്റെ ഗോൾഡൻ ഫിനിഷിലാണ് ഇതിന്റെ ഹാൻഡിലുകൾ വരുന്നത്. അത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ വരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിൽ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ലൊരു ഷെൽഫ് ഇവിടെ വരുന്നുണ്ട്.
താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. നല്ല നീളത്തിലുള്ള ഏകദേശം ഒരു 13 അടി ലെങ്ത്തിലുള്ള ഏകദേശം ഒരു 11 അടി വീതിയുള്ള ഒരു ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയും ജനൽ വരുന്നുണ്ട്. ഇവിടെ കബോർഡുകളെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. എല്ലാം ലോക്ക്ഡ് ആണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കും. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിന്റെ ഡോറ് PVC-യിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് PVC ഡോറ്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് ഇവിടെ ബാത്റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ വാഷ് ബേസിൻ, അതിന് മുകളിൽ ഒരു മിറർ, സെന്റർ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്, ഭാഗത്തായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സും CP ഫിറ്റിംഗ്സുകളെല്ലാം വരുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. മുകളിൽ എക്സോസ്റ്റ് ഫാൻ, ഇവിടെ ഒരു ഡബിൾ റാഡ്, അവിടെ നമുക്ക് വാട്ടർ ഹീറ്ററിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കണ്ടു, ലിവിംഗ് ഏരിയ കണ്ടു, ഡൈനിങ് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു. വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്തെടുക്കാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ് സ്പേസ്. അത്യാവശ്യം വലിയ ഏരിയ നമുക്ക് അവിടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ്, ഹാൻഡ് റൈഡ് വുഡാണ് കൊടുത്തിരിക്കുന്നത്. അത് MS-ലാണ് അതിന്റെ വെർട്ടിക്കൽ മെമ്പറൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പർഗോള വരുന്നുണ്ട്. കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നോക്കിയാൽ അറിയാം. പ്രൊഫൈൽ LED ലൈറ്റുകൾ ഉപയോഗിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂം ഉള്ളത്. യൂട്ടിലിറ്റി സ്പേസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയും നമുക്ക് അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസിന്റെ ചാവി ഇവിടെ ഇല്ല. അവിടെ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. താഴത്ത് കണ്ട ബെഡ്റൂമിന്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഏകദേശം ഒരു 11 അടിയൊക്കെ വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ, ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്. ഇതാണ് ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ട്. ഇനി ബാത്റൂമാണ്. ബാത്റൂം സ്പേഷ്യസ് ആണ്. നേരത്തെ കണ്ട ബാത്റൂമിൽ മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലായിരുന്നു. പക്ഷെ ഇവിടെ ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാത്റൂം. ഫിറ്റിംഗ്സുകളെല്ലാം സെയിം തന്നെയാണ്. അവസാനം ക്ലോസറ്റ്, ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ, കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് 3ാമത്തെ ബെഡ്റൂമാണ്. 3ാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വലിയ ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു ജനൽ കാണാം. ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ജനലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ, ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, ഇവിടെ വാർഡ്രോബ്. അത് നല്ല രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് കാണാം. ഇനി ബാത്റൂമാണ്. ബാത്റൂം എല്ലാം നല്ല അടിപൊളി ബാത്റൂമുകളാണ്. ഫിറ്റിംഗ്സുകളെല്ലാം സെയിം തന്നെയാണ്. സെയിം ഡിസൈനും സെയിം പാറ്റേണും. കളറുകളിൽ മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. CP ഫിറ്റിംഗ്സ് എല്ലാം ഷെയർഡേതാണ്. ഇനി നമുക്ക് ബാൽക്കണി കൂടി നോക്കാനുണ്ട്. ബാൽക്കണി ഇവിടെയാണ് വരുന്നത്. നീളത്തിലുള്ള ഒരു ബാൽക്കണി. ഹാൻഡ് റെയിൽ പാരപ്പറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5.5 സെന്റ് സ്ഥലത്താണ് വീടുള്ളത്. 5.5 സെന്റിനൊക്കെ അല്പം കൂടി സ്ഥലം ഇവിടെ കൂടുതലുണ്ട്. കൃത്യമായ സ്ഥലം പറഞ്ഞാൽ വാഴക്കുളം എന്ന സ്ഥലത്താണ്. സൗത്ത് വാഴക്കുളത്താണ് ഈ വീട് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ്. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ താഴെയാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് പോകാൻ നമുക്കൊരു 15 മിനിറ്റ് മതിയാകും. ഏകദേശം ഒരു 13-14 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് 12 കിലോമീറ്റർ ആയിരിക്കും ഏകദേശ ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ അകലമുണ്ട്. എന്നാലും നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ, നല്ല കാം ആൻഡ് ക്വയറ്റ് ലൊക്കാലിറ്റിയിൽ ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടി ബഡ്ജറ്റ് വിലയാണ് വീടിന്. വീടിന്റെ വില 57 ലക്ഷം രൂപയാണ്. പക്ഷെ നെഗോഷ്യബിൾ ആണ്. കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള അടിപൊളി ഡീലുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ.